ബീച്ചുകൾക്ക് കിട്ടുന്ന ഒരു അവാർഡുണ്ട്, ബ്ലൂ ഫ്ലാഗ് അവാർഡ് എന്ന് പറഞ്ഞിട്ട്. ബീച്ചിലെ വാട്ടറിന്റെ ക്ലെൻലിനെസ്സും അവിടുത്തെ എൻവിറോൺമെന്റ് ക്ലെൻലിനെസ്സും ഒക്കെ ബേസ് ചെയ്തിട്ട് ബീച്ചുകൾക്ക് കിട്ടുന്ന ഒരു അവാർഡാണ് ബ്ലൂ ഫ്ലാഗ് അവാർഡ്. അങ്ങനെ കിട്ടിയ ചുരുക്കം ബീച്ചുകളിൽ ഒന്നാണ് ഈ കാല അഗുല എന്ന് പറഞ്ഞ ബീച്ച്. നേരെ പോകുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെ നമുക്ക് വിസിബിലിറ്റി ഇല്ല. നമ്മൾ ആ കർവിലെത്തുമ്പോൾ നമ്മൾക്ക് ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരെ കാണാറില്ല. പിന്നെ നമുക്കറിയാം ഇവരൊന്നും പുറത്ത് കൺട്രീസിലൊന്നും ഇവരൊന്നും അങ്ങനെ ഹോൺസ് യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ നാട്ടിലൊക്കെയാണ് നമ്മൾ ഇപ്പുറത്തെ വളവിൽ നിൽക്കുമ്പോഴത്തേക്ക് ഒരു ഹോൺ അടിക്കും, ദേ ചേട്ടാ ഞാൻ വരുന്നുണ്ട് എന്ന് പറയാം. 360 ഡിഗ്രി വ്യൂ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ, വാച്ച് ടവറിൽ നിന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ടായിരിക്കുമല്ലോ അത് വാച്ച് ടവർ അവരവിടെ പണിത് വെച്ചിരിക്കുന്നത്, കാര്യം ഈ 360 ഡിഗ്രി വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. അടിപൊളി പ്ലേസ് ആയിരുന്നു. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വീഡിയോ എൻഡ് ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെയിനിൽ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മലോക്കയാണെന്ന്. സോ അങ്ങനെ ഞങ്ങളിപ്പം ഇത് നിൽക്കുന്ന എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാം ദെ മലോക്ക എന്ന് പറഞ്ഞ എയർപോർട്ടിലാണ്. സ്പെയിനിലെ തന്നെ ഒരു ഐലൻഡ് എന്ന് പറയാവുന്ന ഒരു ഡെസ്റ്റിനേഷനാണിത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഒരുപാട് നല്ല അടിപൊളി ക്ലിയർ ക്രിസ്റ്റൽ ആയിട്ടുള്ള ബീച്ചസ് ഒക്കെയുള്ള ഒരു ഏരിയ ആണ് ഈ മയോക്ക എന്ന് പറയുന്നത്. സോ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് നേരെ ഞങ്ങൾ സ്റ്റേ എടുത്തിരിക്കുന്ന ഹോട്ടലിലോട്ട് പോയി. രാത്രി ആയതുകൊണ്ട് ഞങ്ങളിത് ഹോട്ടലിൻ്റെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത ട്രിപ്പിലോട്ട് ഉള്ള യാത്ര തുടങ്ങി. അപ്പോൾ മെയിൻ പ്രയോറിറ്റി ഒരു വണ്ടി റെൻറ്റിന് എടുക്കുകയാണ്. കാര്യം ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഒരിക്കലും നമുക്ക് പറ്റുണ്ടായിരുന്നില്ല ആ ഒരു ഐലൻഡ് കവർ ചെയ്യാൻ. അപ്പം ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് ഇതാക്കുന്നത് ഒരു കാറ് റെൻറ്റിന് എടുക്കുക എന്നുള്ളതാണ്. കാറ് റെൻറ്റ് എടുക്കേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഇടയിൽ എപ്പോഴേലൊക്കെ ഞങ്ങൾ പറയുന്നതാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ കാറൊക്കെ റെൻറ്റ് എടുത്ത് ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലോട്ട് യാത്ര തുടങ്ങി. ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കാല അഗുല ബീച്ചാണ്. ഇങ്ങനെ ഈ ഒരു പൈൻ വുഡിൻ്റെ ഇടയിൽ കൂടെയുള്ള ഒരു വേ ആണ് ബീച്ചിലോട്ടേക്ക്. വൈറ്റ് സാൻഡി ബീച്ചാണ് കാല അഗുല എന്ന് പറയുമ്പം. അവിടെ തന്നെ ഒരു പാർക്കിംഗ് സ്പോട്ട് ഉണ്ടായിരുന്നു, ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിംഗ് സ്പോട്ട്. 1 ഡേ പാർക്ക് ചെയ്യുന്നതിന് എന്തോ €5 ആയിരുന്നു ഒരു ഹോൾ ഡേ പാർക്ക് ചെയ്യുന്നതിന്. അപ്പോൾ ഇതാണ് ആ ബീച്ച്. അടിപൊളി ബീച്ചായിരുന്നു. പക്ഷേ ഇത് വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ലൗഡി ആയിരുന്നു ഞങ്ങൾ ചെന്നപ്പം. പക്ഷേ ഗ്രാജുവലി കുറച്ച് സണ്ണി ആയിട്ട് വന്നു. ഇതുപോലെ കുറേ അവിടെ ഈ സൺബാത്ത് എടുക്കുന്നവർക്കൊക്കെ വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ അംബ്രല്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വഴിയിലൊക്കെ. കാല അഗുല ബീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ 500 മീറ്റേഴ്സ് ലെങ്തിയാണ് ഈ ബീച്ച്. അതുപോലെ തന്നെ 50 മീറ്റേഴ്സ് വൈഡ് ആണ്. പിന്നെ ബീച്ചുകൾക്ക് കിട്ടുന്ന ഒരു അവാർഡുണ്ട്, ബ്ലൂ ഫ്ലാഗ് അവാർഡ് എന്ന് പറഞ്ഞിട്ട്. ബീച്ചിലെ വാട്ടറിന്റെ ക്ലെൻലിനെസ്സും അവിടുത്തെ എൻവിറോൺമെന്റ് ക്ലെൻലിനെസ്സും ഒക്കെ ബേസ് ചെയ്തിട്ട് ബീച്ചുകൾക്ക് കിട്ടുന്ന ഒരു അവാർഡാണ് ബ്ലൂ ഫ്ലാഗ് അവാർഡ്. അങ്ങനെ കിട്ടിയ ചുരുക്കം ബീച്ചുകളിൽ ഒന്നാണ് ഈ കാല അഗുല എന്ന് പറഞ്ഞ ബീച്ച്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഒരു സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരു സൈഡിൽ ഫുൾ മൗണ്ടൻ ആണ്, ഇപ്പുറത്തെ ഒരു സൈഡ് അവിടെ നേച്ചർ റിസർവ് ഉണ്ട്, അപ്പുറത്തെ ബീച്ച്. അങ്ങനെ ആയിരുന്നു ഈ ബീച്ച്. അടിപൊളി വ്യൂ ആയിരുന്നു, നല്ലൊരു ലാൻഡ്സ്കേപ്പ് ആയിരുന്നു. അവർ ആ സൈഡിൽ നേച്ചർ റിസർവ് അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ അലൗഡ് അല്ലായിരുന്നു. അവിടെ നമുക്കൊരു റോപ്പ് വെച്ച് അവർ അത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ആ നേച്ചർ റിസർവിലോട്ടേക്ക് നമുക്ക് എൻട്രി ഇല്ലായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു ഇരിക്കാനായിട്ടൊരു തിട്ട പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഇരുന്ന് നമുക്കിങ്ങനെ ബീച്ച് കാണാം. അപ്പുറത്തൊരു മൗണ്ടൻ വ്യൂ ഒക്കെ ആയിട്ട് അടിപൊളി ഒരു വ്യൂ ആയിരുന്നു ആ ബീച്ചിൽ. അന്നത്തെ ദിവസം വെതർ ഭയങ്കര ഡൗൺ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെന്നപ്പം ആകെ എണ്ണിപ്പെറുക്കാവുന്ന ചുരുക്കം പേരെ ഉണ്ടായിരുന്നത്. പക്ഷെ ഗ്രാജുവലി കുറച്ച് സണ്ണി ആയി വന്നപ്പോൾ കുറച്ച് ആൾക്കാർ വരുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ഈ ബീച്ചിൽ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. കാല അഗുല എന്ന് പറയുന്നത് മയോക്കയുടെ 20 ബെസ്റ്റ് ബീച്ചസിൽ വരുന്ന ഒന്നാണ്. അപ്പം സമ്മറിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഭയങ്കര ക്രൗഡി ആയിരിക്കും. നമുക്കൊന്നും ഇരിക്കാൻ പോലും സ്ഥലം കാണത്തില്ല. കാര്യം അത്രയ്ക്കും ആൾക്കാരായിരിക്കും ഇവിടെ സൺബാത്തിനൊക്കെ വരുന്നത്. പക്ഷെ ഇത് ഓഫ് സീസൺ ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ ആ ഒരു ഒഴിഞ്ഞ രീതിയിൽ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ കാല അഗുല ബീച്ചിൽ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ടുള്ള യാത്ര തുടങ്ങി. ഞങ്ങൾ അടുത്ത് പോണ ലൊക്കേഷൻ എന്ന് പറയുന്നത് മിറാദൽ പാസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അങ്ങോട്ടുള്ള റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിനിക്കായിരുന്നു. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൊരു മൗണ്ടനും റൈറ്റ് ഹാൻഡ് സൈഡിലൊരു ബീച്ചും, നടുവിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു വ്യൂ ആയിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ഈ രണ്ട് ഇങ്ങനെ വ്യൂ കണ്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മളൊരു ഇതിലൂടെ ഇങ്ങനെ കയറിപ്പോയി. പിന്നെ നമ്മൾ എത്തുന്നത് പിന്നെ ഇതാണ് ഹെയർ പിൻസ്
ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള ഹെയർ പിൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഹെയർ പിൻസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട് വയനാടാണ്. അപ്പം ഞങ്ങൾ വയനാട്ടിലോട്ട് പോകുന്നത് ഈ താമരശ്ശേരി ചുരം കയറിയിട്ടാണ്. അപ്പം താമരശ്ശേരി ചുരം കയറുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്, ലൈക്ക് നമ്മൾ എവിടെ പോയിട്ട് തിരിച്ച് വരുമ്പോഴും നമ്മൾ വീട്ടിലോട്ട് പോകാൻ കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതുപോലെയായിരുന്നു ഇത്. പക്ഷേ താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര റിസ്ക് പിടിച്ച പരിപാടികളൊന്നുമല്ല. ഞങ്ങൾ നാട്ടിൽ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ വിചാരിച്ചു താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്കി സംഭവം എന്നൊക്കെ. പക്ഷെ ഒന്നും അല്ലായിരുന്നു ഈ ചുരം വെച്ചെന്ന് വെച്ചാൽ. ഭയങ്കര റിസ്ക്കിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ റോഡാണ്, ആൾക്കാരൊക്കെ നല്ല സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. കാര്യം അവരുടെ മിനിമം സ്പീഡ് ലിമിറ്റ് 100 km/h 120 km/h ഒക്കെയാണ്. അപ്പം ആ ഒരു സ്പീഡ് ലിമിറ്റ് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം നമ്മൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നേരെ പോകുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെ നമുക്ക് വിസിബിലിറ്റി ഇല്ല. നമ്മൾ ആ കർവിലെത്തുമ്പോൾ നമ്മൾക്ക് ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരെ കാണാറില്ല. പിന്നെ നമുക്കറിയാം ഇവരൊന്നും പുറത്ത് കൺട്രീസിലൊന്നും ഇവരൊന്നും അങ്ങനെ ഹോൺസ് യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ നാട്ടിലൊക്കെയാണ് നമ്മൾ ഇപ്പുറത്തെ വളവിൽ നിൽക്കുമ്പോഴത്തേക്ക് ഒരു ഹോൺ അടിക്കും, ദേ ചേട്ടാ ഞാൻ വരുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഹെയർ പിൻസിൻ്റെ ബെൻഡ് എത്തുമ്പോഴും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം ഓപ്പോസിറ്റ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയും ചെയ്തു പതിയെ പോകും. പക്ഷേ ഇവർക്ക് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് കാര്യം പുറകിൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ലാഗാകാൻ പാടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഹെയർ പിൻസ് ഒക്കെ കഴിഞ്ഞ് അവസാനം നമ്മൾ ലൊക്കേഷനിലെത്തി. അപ്പോൾ നമുക്കവിടെ കുറേ കാറുകൾ ഇങ്ങനെ വഴിയിൽ തന്നെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് കാണാം. എന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് പാർക്കിംഗ് ആയിട്ടൊരു സ്പോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇതൊരു ചെറിയ ഈ ഡ്രൈവ് ത്രൂ പോകുമ്പോൾ ചെറിയൊരു സ്പോട്ടാണ്. പക്ഷേ ഇതൊരു സ്റ്റണ്ണിങ് വ്യൂ ആണ്. അവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മയോർക്കയുടെ ഒരു നല്ലൊരു വിസിബിലിറ്റി, നല്ലൊരു ബെസ്റ്റ് വ്യൂ തന്നെ ആ ഒരു എൻ്റയർ അയർലൻഡ് അവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പം അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പേര് മിറാദോർ ദെൽ മാൽ പാസ് എന്നാണ്. അപ്പോൾ ഇതൊരു വ്യൂ പോയിൻ്റ് ആണ്. അപ്പോൾ ഇത് സീ ലെവലിൽ നിന്ന് 300 മീറ്റേഴ്സ് എബോ ആയിട്ടാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലിഫ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലോട്ട് നമുക്ക് ഇങ്ങനെ ആൽക്കൂടിയ ബീച്ചിൻ്റെ ഒരു ഭാഗമൊക്കെ കാണാം. പിന്നെ തൊട്ടടുത്തുള്ള പുവർട്ടോ പൊലൻസ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൗണ്ടൻ റേഞ്ചുകളും അങ്ങനെ കുറേ അവിടെ ഇവിടെയൊക്കെയുള്ള വ്യൂസ് കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ ഈ നടന്ന് കുറച്ച് നടക്കാനുണ്ട്, കുറച്ച് സ്റ്റെപ്സൊക്കെ കയറാനുണ്ട്. പക്ഷേ നമുക്ക് രണ്ട് സൈഡിലും അടിപൊളി വ്യൂകളും പിന്നെ ഈ ഹെയർ പിൻസിൻ്റെ വ്യൂ, വണ്ടികൾ വരുന്നതൊക്കെ നമുക്ക് ഹെയർ പിൻസിലൂടെ വരുന്നതൊക്കെ ഞങ്ങൾക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തെടുത്താണ് പോണത്. ഒരുപാട് പേര് നല്ല പ്രൊഫഷണൽ ക്യാമറാസ് വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. കാര്യം അത് വൺ ഓഫ് ദി മേജർ ലൊക്കേഷനാണ്. അവിടെ ഇരിക്കുന്ന ക്യാപ്തെ ഫൊർമന്തർ എന്ന് പറയുന്ന ഞങ്ങൾ ശരിക്കും പോകാനിരിക്കുന്ന ആ ഒരു കോവിൻ്റെ ലൊക്കേഷൻ ശരിക്കും ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു ക്യാമറ വ്യൂവിൽ എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര പ്രൊഫഷണൽസൊക്കെ വന്നിട്ട് അവിടെ കുറേ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് അവസാനം ഇവിടെ എത്തി. ഇപ്പം അവിടെ പറയുന്നത് കേട്ടു ഇതിപ്പം ലാസ്റ്റ് ഇയർ എങ്ങാനും അവർ മോഡിഫൈ ചെയ്തിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കാല് തെറ്റിയാൽ താഴെ പോകും. അതുകൊണ്ട് സേഫ്റ്റി ഒരുപാട് ഇതാക്കിയിട്ട് അവർ കുറേ ബാരിക്കേഡ്സും അങ്ങനെയൊക്കെ കുറേ സേഫ്റ്റി മെഷേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ കുറേ ക്ലിപ്സിൻ്റെ അവിടെയൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറേ വ്യൂസൊക്കെ പകർത്തി ഞങ്ങളങ്ങനെ അവസാനം അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവസാനം ഞങ്ങൾ പിന്നെ ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇനിയും ഹെയർ പിൻസ് ഉണ്ടെന്ന് കണ്ടു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ശരി അവിടെ പോയി നോക്കാം എന്താണ് അവിടെ നടക്കണേ സംഭവം എന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ കുറച്ചുകൂടെ മുകളിലോട്ട് ഡ്രൈവ് ചെയ്ത് നോക്കി. കാര്യം ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാവരും മുകളിലോട്ട് പോകണു, എന്താ സംഭവം മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞങ്ങളും മുകളിലോട്ട് പോയി. അപ്പോഴാണ് അവിടെ കണ്ടത് അവർക്ക് അവിടെ ഒരു ഓൾഡ് വാച്ച് ടവർ ഉണ്ട്. അപ്പം ഞങ്ങൾ നമുക്ക് കുറച്ച് ടോപ്പിലോട്ട് പോയിട്ട് ഞങ്ങൾ അവിടെ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് കുറച്ച് നടക്കാനുണ്ട്, ഒരു 5 minutes വാക്ക് ഉണ്ട്. അപ്പം ഞങ്ങൾ അതിലൂടെയൊക്കെ വാക്ക് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈക്കിംഗ് പോലെ തന്നെയാണ് സംഭവം. നമ്മൾ പക്ഷേ ഹൈക്കിങ്ങിൻ്റെ സെറ്റപ്പിലല്ലായിരുന്നു വന്നത്. ഇതൊരു വാച്ച് ടവർ ആയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പം അതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ കാണാം. അപ്പം ഒരുപാട് പേര് അതിൻ്റെ അവിടെയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം രണ്ട് കപ്പിൾ അങ്ങോട്ടേക്ക് കയറി പോകുന്നത് കണ്ടു. ഇങ്ങനെ കയറി പോകുന്ന അങ്ങോട്ട് ഉള്ളിലോട്ട്. പക്ഷെ കയറി പോകാൻ ഒരു ചെറിയ ലാഡറൊക്കെ ഉള്ളൂ, ഭയങ്കര
അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ വാച്ച് ടവറിലെത്തി. അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാര്യം തൊട്ടുള്ള ഫുൾ ആ ഒരു സീയും നമുക്ക് ഇവിടെ നിന്നും ഐലൻഡും എല്ലാം നമുക്കിങ്ങനെ ലൈക്ക് 360 വ്യൂ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ, വാച്ച് ടവറിൽ നിന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ടായിരിക്കുമല്ലോ അത് വാച്ച് ടവർ അവരവിടെ പണിത് വെച്ചിരിക്കുന്നത്, കാര്യം ഈ 360 വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. അടിപൊളി പ്ലേസ് ആയിരുന്നു. ഏറ്റവും നല്ല ഐഡിയ എന്ന് പറയുന്നത് മയോക്ക എന്ന് പറയുന്ന ഐലൻഡ് കാണുമ്പം നമ്മൾ എന്തെങ്കിലും ഒരു സ്കൂട്ടിയോ അല്ലെങ്കിൽ ഒരു കാറോ റെൻ്റലിന് എടുക്കുന്ന കാര്യം, പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ ഇവിടുത്തെ ഈ പ്ലേസസ് ഒക്കെ ആക്സസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ല ഐഡിയ എന്ന് പറയുന്നത് റെൻ്റലിന് എടുക്കുന്നതായിരിക്കും, അതായിരുന്നു കുറച്ചുകൂടെ ചീപ്പ്. അങ്ങനെ ഇവിടുത്തെ വ്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞു. എന്തായാലും ക്യാപ് ദെ ഫോർമെന്റർ കാണാൻ പറ്റാത്തൊരു വിഷമം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. എന്തായാലും സ്പെയിനിൽ ഇനി ഒരു തവണ കൂടെ ഞങ്ങൾ എന്തായാലും പോകും. അന്ന് മയോക്കയിൽ ക്യാപ് ദെ ഫോർമെന്റർ ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ഐറ്റം ആയിരിക്കും. ഒരിക്കൽ കൂടെ ഞങ്ങൾ എന്തായാലും അങ്ങോട്ടേക്ക് തിരിച്ചു പോരും. അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ച് യാത്ര തുടങ്ങി. ഞങ്ങളങ്ങനെ തിരിച്ച് യാത്ര തുടങ്ങി. കാര്യം ഞങ്ങൾക്ക് രാത്രി 8 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ കാറ് തിരിച്ച് കൊടുക്കണമായിരുന്നു. കാർ റെൻ്റലിൻ്റെ ഒക്കെ കാര്യം ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞിരുന്നു. കാര്യം ഞങ്ങളുടെ പ്ലാൻ വെച്ച് ഞങ്ങൾക്കൊരു ബൈക്ക്, ഒരു സ്കൂട്ടി എടുക്കാമെന്നായിരുന്നു. പക്ഷേ 3 years ആയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ ലൈസൻസ്. ഇൻ്റർനാഷണൽ ലൈസൻസ് 3 years എബോവ് ആകുന്നതാണെങ്കിൽ നമുക്ക് നോർമൽ വണ്ടികളൊക്കെ എടുക്കാമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ 3 years ബിലോ ആയതുകൊണ്ട് അവർ 60 cc എടുക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോമാറ്റിക് കാറാണ് റെൻ്റലിന് എടുത്തത്. അതെന്തോ €80 പെർ ഡേ എന്നുള്ള രീതിയിലായിരുന്നു കാർ റെൻ്റൽസ് ഒക്കെ അവൈലബിൾ. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു മലോക്ക ഫാഷൻ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലം കണ്ടു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വില്ലേജി ആയിട്ടുള്ള ഒരു പഴയ കാലത്തെ ഒരു ഫാഷൻ ഔട്ട്ലെറ്റ്. പക്ഷേ അവിടെ എല്ലാ ബ്രാൻഡ്സും അവൈലബിൾ ആണ്. ഇപ്പം ബോസിൻ്റെതാണെങ്കിലും കാൽവിൻ ക്ലീൻ്റെ ആണെങ്കിലും പോളോ, അപ്പുറത്ത് മാറിയിട്ടാണെങ്കിൽ നൈക്കി, മാഗ്ഡി, KFC അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അതൊരു എനിക്ക് തോന്നുന്നു ഇവർക്ക് ഉള്ള ഒരേ ഒരു ഫാഷൻ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കണം മെയിൻ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇവിടെ എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. പക്ഷെ നല്ല എന്താ പറയുക, സൈഡിലൊക്കെ നല്ല മരങ്ങളൊക്കെ ഒരേ രീതിയിലൊക്കെ വെട്ടി നിർത്തിയിരിക്കുന്നു. നല്ല ഒരു ഭയങ്കര വില്ലേജി സ്റ്റൈലായിരുന്നു. പക്ഷേ എല്ലാ ബ്രാൻഡ്സും അവൈലബിൾ ആയിരുന്നു അവിടെ. ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലത്ത്, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ പോയി പറഞ്ഞപ്പോഴും മയോക്ക എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിയും. കാര്യം ഇവരെല്ലാവരും ഇവിടുന്ന് എല്ലാ ബ്രിട്ടൻസും പോകണ ഒരു സമ്മർ ഡെസ്റ്റിനേഷനാണ് സ്പെയിൻ. അപ്പോൾ ഇവരൊക്കെ മെയിൻലി പോകുന്നത് മയോക്കയിലോട്ടാക്കണം. അപ്പോൾ ഞാനിങ്ങനെ സ്പെയിനിൽ പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ ചോദിച്ചു എങ്ങോട്ടേക്കാണ് പോകണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ബാഴ്സലോണ മയോക്കയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചോദിച്ചു മയോക്കയാണോ എന്ന് പറഞ്ഞു. മയോക്കയിൽ എവിടെയാണെന്ന് കേട്ടിട്ട് ഇങ്ങനെ ചോദിച്ചാണ്. അപ്പോൾ എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ മയോക്കയിൽ ഇവരെല്ലാവരും പോകുന്നത് ആൽക്കൂഡിയ എന്ന് പറഞ്ഞ പ്ലേസാണ്. ആൽക്കൂഡിയയിൽ ഒരു ബീച്ച് ഡെസ്റ്റിനേഷനാണ്. സൺബാത്തൊക്കെ എടുക്കാൻ ഇവർക്ക് പൊളി വൈബുള്ള ഒരു സ്ഥലമാണ്. അവരുടെ ആ ഒരു വൈബിന് പറ്റിയ പ്ലേസാണ്. പക്ഷെ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പോലെ ഇങ്ങനെ ഒരു ബീച്ചിൽ പോയിട്ട് കുറേ നേരം അങ്ങനെ കിടക്കണ സ്വഭാവമൊന്നുമില്ല. നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിക്കുക, കുറച്ച് നേരം ഇരിക്കുക, കുറച്ച് ഫോട്ടോസ് എടുക്കുക, ഇങ്ങനത്തെയൊക്കെയാണല്ലോ നമ്മുടെ പരിപാടികൾ. അപ്പം വിചാരിച്ചു ഞങ്ങൾക്ക് എന്തായാലും ആൽക്കൂഡിയ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു ബീച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ആ ഒരു ദിവസം മൊത്തത്തിൽ ഒരു ഫുൾ ബീച്ചിൽ സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ലായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൈം തികഞ്ഞില്ല. കാര്യം നമ്മൾക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്കും കാറ് തിരിച്ചു കൊടുക്കണമായിരുന്നു. വൈകുന്നേരം 9 മണി വരെയോ 8 മണി വരെ ആയിട്ടായിരുന്നു ടൈം അവർ തന്നിരുന്നത്. അപ്പം നമുക്ക് അതിനുള്ളിൽ തിരിച്ച് നമ്മൾ കൊടുക്കുന്ന നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അടുത്തായിരുന്നു റെൻ്റൽ. അപ്പോൾ അവിടെ തിരിച്ചു കൊണ്ട് കൊടുക്കുകയും വേണം. അങ്ങനെ കാറൊക്കെ തിരിച്ചു കൊടുത്ത് ഹോട്ടലിൽ പോയി ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് പതിയെ ഞങ്ങൾ സ്റ്റേ
ചെയ്തതിൻ്റെ അടുത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി കാര്യം ഞങ്ങൾ അന്ന് ഫസ്റ്റ് ഡേ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നത് ഞങ്ങൾ ഏതോ ടൂറിസ്റ്റ് സ്പോട്ടിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പം ചുമ്മാ ഒന്ന് കണ്ടു നോക്കാമെന്ന് വിചാരിച്ച് പോയപ്പോൾ അതൊരു ബീച്ച് സൈഡാണ്. പക്ഷെ നൈറ്റ് ലൈഫ് ഭയങ്കരമായിട്ട് നൈറ്റ് ലൈഫിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്ലേസ് ആയിരുന്നു. അവിടെ ഭയങ്കര നൈറ്റ് ലൈഫ് പാർട്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഭയങ്കര ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ്. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് അവിടെ, ഒരുപാട് ഫോറിനേഴ്സിനുണ്ടായിരുന്നു, ഒരുപാട് നൈറ്റ് പാർട്ടീസും ക്ലബ്സും ഒക്കെ ഇവിടെ നടക്കുന്ന പ്ലേസ് ആയിരുന്നു. ഒരു ബിസി ലൈഫായിരുന്നു. അപ്പം ഞങ്ങൾ ചുമ്മാ വൈകുന്നേരമായപ്പം അതിലൂടെ ഒന്ന് ഫുൾ നടന്ന് ആ വഴി മൊത്തം ഇങ്ങനെ ഒന്ന് കണ്ടു. എല്ലാവർക്കും ഞങ്ങളുടെ സ്പെയിൻ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.